LDF ആഹ്ലാദ പ്രകടനത്തിനിടെ പെരിന്തൽമണ്ണയിൽ DCC അംഗവും മുൻ നഗരസഭാ കൗൺസിലറുമായ വനിതയുടെ വീടിന് നേരെ സ്ഫോടക വസ്തുക്കൾ എറിഞ്ഞതായി പരാതി. ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ ഷീബ ഗോപാലിന്റെ വീടിനോട് ചേർന്ന ഇവരുടെ തന്നെ കെട്ടിടത്തിന് മുന്നിലും പടക്കവും മറ്റും പൊട്ടിച്ചു. ഷീബ ഗോപാലും വാർഡ് UDF കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകി. UDF ഭരണം പിടിച്ചെടുത്ത പെരിന്തൽമണ്ണ നഗരസഭയിലെ 32-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയാണ് വിജയിച്ചത്. സ്ഥാനാർത്ഥിയുമായുള്ള ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് ഷീബ ഗോപാലിന്റെ SK ഗാർഡനിലുള്ള വീടിന് നേരെ ഉഗ്രശബ്ദത്തിൽ പൊട്ടുന്ന പടക്കവും മറ്റും എറിഞ്ഞത്. ഇവരുടെ വീടിനോട് ചേർന്നുള്ള ഇവരുടെ തന്നെ കെട്ടിടത്തിന് മുന്നിലും ചൈനീസ് പടക്കം ഉൾപ്പെടെ കത്തിച്ചു. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. മലപ്പുറം DCC അംഗവും ദളിത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും മുൻ നഗരസഭാ കൗൺസിലറുമാണ് ഷീബ ഗോപാൽ. ഇന്നലെ ഏകദേശം 8:45 സുരയ്യ ബാനു എന്നുള്ള സ്ഥാനാർത്ഥി ഇതിലെ വന്നു, വിജയിച്ച സ്ഥാനാർത്ഥി വന്നു. ഞാൻ സ്വാഭാവികമായിട്ടും പുറത്തിറങ്ങിയ കുട്ടിക്ക് കൈ കൊടുത്ത് അഭിനന്ദിച്ചു. അതിൻ്റെ പുറകെ കുട്ടി പോയതിൻ്റെ പുറകെ ഒരു ജാഥ വരുന്നുണ്ടായിരുന്നു, DJ ഒക്കെ ആയിട്ട്. അപ്പോൾ 1-2 പടക്കം പൊട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ തന്നെ നിന്ന് കാണുമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവരെൻ്റെ ബിൽഡിങ്ങിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരുപാട് ചൈനീസ് പടക്കം പോലത്തെ വലിയൊരു സാധനം ഗുണ്ടൊക്കെ എല്ലാം മുകളിലൊക്കെ പോയി പൊട്ടുന്ന ഒരു പടക്കം മണിക്കൂർ ഒത്തിരി സമയം പൊട്ടി. അതങ്ങനെ പൊട്ടിച്ചിട്ട് അതിൻ്റെ പുറമെ പൂത്തിരിയായിട്ടും ഗുണ്ടായിട്ടൊക്കെ പൊട്ടിച്ചത്. അങ്ങനെ അത് ഞാൻ നിൽക്കുന്നതിൻ്റെ ഇവിടെയൊക്കെ വന്ന് വീണു. എൻ്റെ തലയിലൊക്കെ അതിൻ്റെ പൊരി വന്ന് വീണു. ഇവിടെ ഒരാളുണ്ടായിരുന്നു, അവരുടെ കാലി തീയിൽ തെറ്റി പൊള്ളി. അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അതിൻ്റെ ശേഷമാണ് ഞാൻ ഷൂട്ട് ചെയ്താൻ തുടങ്ങിയത്. അതിൻ്റെ വീഡിയോ ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ സാധാരണ ആഹ്ലാദിക്കലൊക്കെ സാധാരണയാണ്, പക്ഷെ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അടുത്ത CI പറഞ്ഞിരുന്നു വീടുകളിലേക്കൊന്നും എറിയരുതെന്ന്. അവരവിടെ പൊട്ടിച്ചത് മുഴുവൻ വന്ന് വീണത് എൻ്റെ വീട്ടിൻ്റെ മുറ്റത്താണ്. മാത്രമല്ല അത് പൊട്ടിച്ചത് എൻ്റെ ബിൽഡിങ്ങിൻ്റെ അടുത്താണ്. ആ ബിൽഡിങ്ങിൻ്റെ ഷട്ടറിന് മുകളിലൊക്കെ തട്ടിയെടുത്ത് അവിടെ എപ്പോഴും ചെതറി കിടക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലത്തെ കല്ലുകളൊക്കെ. അപ്പോൾ ഇതൊരു ശരിയായ രീതിയല്ല. ഇന്ന് ഞാൻ അതിന് പരാതി കൊടുക്കും. എൻ്റെ വ്യക്തിപരമായ പരാതി ഉണ്ടാവും, പോരാതെ തന്നെ ഇവിടുത്തെ UDFൻ്റെ പരാതി. സ്ഥാനാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും പ്രയാസം ഉണ്ടാക്കുന്ന തരത്തിലും മറ്റും തെരഞ്ഞെടുപ്പ് വിജയാഘോഷം നടത്തരുതെന്ന് പോലീസ് നിർദ്ദേശിച്ചിരുന്നു. ഈ നിർദ്ദേശം ഉണ്ടായിരിക്കെയാണ് ഈ സംഭവം. ഷീബ ഗോപാലും വാർഡ് UDF കമ്മിറ്റിയും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വിരലിന്റെ കാര്യത്തിലാണേലും യാത്രയുടെ കാര്യത്തിലാണേലും രണ്ടും മുറിഞ്ഞു പോകാതെ തുന്നിച്ചേർത്തത് കിംസ് അൽ ഷിഫയിലെ ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്ററാണ്. ഹാൻഡ് ആൻഡ് റിസ്റ്റ് സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.